ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 30 തിരുസഭ മാതാവ് ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മെ സാദരം ക്ഷണിക്കുകയാണ്. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ, ഈശോ കടൽ തീരത്തോടെ നടക്കുമ്പോൾ ശമയോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും മീൻപിടുത്തത്തിൽ വ്യാപൃതരായിരിക്കുന്നതിനെ യേശു കണ്ടുകൊണ്ട് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുന്നു. വിശുദ്ധ അന്ത്രയോസിന്റെ തിരുസ്വരൂപം നാം ദർശിക്കുമ്പോൾ ഇടതുകൈയിൽ മീനിനെ തൂക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്, വലതുകൈയിൽ വടിയും. ഓരോ ശിഷ്യന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈശോയെ അനുകരിക്കുന്ന അവരുടെ മുഖഭാവത്തോടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ് തൻ്റെ ദൗത്യത്തിലേക്ക്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. തങ്ങൾ കേട്ടിട്ടില്ലാത്തവനെ കുറിച്ച് എങ്ങനെ അവർ വിശ്വസിക്കും? അതേപോലെ തന്നെ തങ്ങൾ കേട്ടിട്ടില്ലാത്തവനെ കുറിച്ച് എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും? തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ കുറിച്ച്, അതായത് കേൾക്കപ്പെടാത്ത ഒരു സത്യത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുവാൻ സാധിക്കുക? പ്രസംഗിക്കുന്നില്ല എങ്കിൽ എങ്ങനെ കേൾക്കാൻ സാധിക്കും? പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നുമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അനുഭവിച്ചറിഞ്ഞ സത്യത്തെയാണ് അവർ പ്രഘോഷിക്കുന്നത്. അങ്ങനെ അവർ ചെന്ന മേഖലകളിലൊക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ കേൾക്കപ്പെട്ട കാര്യങ്ങളിൽ അവർ വിശ്വസിച്ചു. അപ്പൊ പ്രാസംഗികരിലൂടെയാണ് ആളുകൾ കേട്ടതിനെയാണ് അവർ വിശ്വസിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ഞാനും നമ്മളെല്ലാവരും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും. നമ്മുടെ രക്ഷ ഇപ്രകാരമുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെയുള്ള നമ്മുടെ ഏറ്റുപറച്ചിലാണ്. അഗതനാകുന്ന ക്രിസ്തുവിനെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതയാത്ര തുടരുമ്പോൾ നമ്മളും പ്രഘോഷകരാണ്. തീർത്ഥാടനത്തിലായിരിക്കുന്ന തിരുസഭ മാതാവിനോടൊത്ത് നമ്മൾ യാത്ര തുടരുമ്പോൾ ഇനിയും കേൾക്കപ്പെട്ടിട്ടില്ലാത്ത, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ദിവസത്തിൽ ഒരു വചനമെങ്കിലും പകർന്നു കൊടുത്തുകൊണ്ട് അനുഭവസ്ഥമാകുന്ന ആ വചനത്തിന്റെ ജീവിതയാത്ര തുടർന്ന് അവർ കേൾക്കുവാനും അങ്ങനെ അവരും യേശുവിൻ്റെ ഈ സത്യയാത്രയിൽ പങ്കുചേരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.